ഹലോ മുത്തുമണികളെ, രാവിലെ തന്നെ ഭയങ്കര ഞെട്ടലുളവാക്കുന്ന ഒരു മരണം കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. ശരിക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ റോയ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. സംഭവം എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ന്യൂസ് ചാനലുകൾ ഇങ്ങനെ പരതിയപ്പോഴത്തേക്കും കണ്ടത് ഇദ്ദേഹം ത്തിൻ്റെ സ്ഥാപനങ്ങളിൽ എന്തോ റെയ്ഡും മറ്റുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത്രേ. ഈ റെയ്ഡിൽ എന്തോ ഫയൽ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് ഉള്ളിൽ കയറിയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഷൂട്ട് ചെയ്ത് മരണപ്പെടുകയാണ് ചെയ്തത്. ശരിക്കും ഭയങ്കര അതിശയം തോന്നുന്ന ഒരു മരണം. നമ്മൾ ചിന്തിക്കും, ഈ ലോകത്ത് പണമാണ് ഏറ്റവും വലുത് എന്ന്. എന്തൊക്കെ നമുക്കുണ്ടായാലും നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഒന്നും ഒരിടത്തും എത്തൂല എന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്നുള്ളത്. എന്തിൻ്റെ കുറവ്? പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്തിൻ്റെ കുറവാണ്? യാതൊന്നുമില്ല. വളരെ വലിയ പൈസക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർ തന്നെ വലിയ വലിയ വമ്പന്മാരായിട്ടുള്ള ആളുകൾ, വലിയ ഫാമിലി, ഒരുപാട് ക്യാഷ്, ഇതൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? പക്ഷെ നമ്മുടെ മനസ്സ് അതിന് വലിയ പ്രാധാന്യമാണ്. ഇനി എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. എന്നാലും ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ എന്തൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഭയങ്കര ഞെട്ടലുളവാക്കുന്ന, അതായത് പറയാൻ പറ്റുന്നില്ല, അത്രയേറെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലടോ. ഇത്രയും വലിയ പൈസക്കാരനായിരുന്നിട്ട്, ഇത്രയും വലിയ ബോൾഡായിരുന്നിട്ട്, ഇത്രയും വലിയ ആളുകളുമായിട്ട് ചങ്ങാത്തത്തിലുണ്ടായിരുന്നിട്ടും ഇദ്ദേഹം പെട്ടെന്നൊരു, അത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഒരു മനുഷ്യന് ജീവിക്കണ്ട എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നിസ്സാരമാണ്. നമ്മൾ മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സിനെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ മനസ്സ് നമ്മളെ കൂടെ ഉണ്ട് എങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മളെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ലോകം തന്നെ നമ്മളെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഭയങ്കര ഞെട്ടലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ലടാ. ഓഹ്, സഹിക്കാനാവുന്നതിലും അപ്പുറം.